അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം പറയാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും അതിനുവേണ്ടി ഒരുമിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എന്നുള്ളത് അവനിക്ക് ചില ചിട്ടകളും നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് അത് ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റാത്തതാണ്. അത് ഒരാൾക്ക് സ്വന്തം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവൻ്റെ താല്പര്യമനുസരിച്ച്, അവൻ്റെ ആഗ്രഹമനുസരിച്ച് അവനിക്ക് കുടിയിരുത്താൻ പറ്റുന്ന ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞത്. ദീനിൽ അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. ഒരാളെയും നിർബന്ധിച്ചിട്ട് ഈ മതത്തിൻ്റെ ആളുകളാക്കാനോ ഈ ആശയത്തിൻ്റെ ആളാക്കാനോ ഒരിക്കലും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല, അത് സാധ്യവുമല്ല. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ആദർശം. അവിടെയാണ് നമ്മളെ വിഷയം. ആദർശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ആദർശത്തിനാണ് പ്രാധാന്യം. നാം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസത്തിൻ്റെ അതിൽ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ നയിക്കുക എന്നുള്ളതാണ് നമ്മളിലുള്ള ഉത്തരവാദിത്വം. സ്വഹാബത്ത് കാണിച്ചു തന്നതാണ്, മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നതും അതാണ്. ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ഒരു മുസ്ലിം നാമധാരിയാകുന്നതിന് ഒരർത്ഥവുമില്ല. ഈ ഒരു വിശ്വാസം നമ്മളിലുണ്ടോ? ആ വിശ്വാസത്തിനനുസരിച്ച് കൊണ്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും രൂപീകരിക്കുകയും അത് പ്ലാൻ ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തെ നാം താല്പര്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശ്വാസം ഒന്നും പ്രവർത്തനം മറ്റൊന്നും ആകരുത്. അത് കാപ്പട്യമാണ്, വഞ്ചനയാണത്. എല്ലാ വിശ്വാസവും ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളതും അതും ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആൻ അന്ത്യനാൾ വരെ ഉള്ള ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം അന്ത്യനാൾ വരെയുള്ള ഓരോ മുസ്ലിമും വായിക്കുകയും പാരായണം ചെയ്യുകയും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. കാരണം അത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിനെ നാമാണ് ഇറക്കിയിട്ടുള്ളത്, അത് നാം തന്നെ സംരക്ഷിച്ചു കൊള്ളും. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? അന്ത്യനാൾ വരെ ഈ സത്യസന്ദേശം, ഈ ഒരു അള്ളാഹുവിൻ്റെ സന്ദേശമാകുന്ന ഖുർആൻ, ആ മഹത്തായ ഗ്രന്ഥം ഒരു തിരുത്തലുകൾക്കും വിധേയമാകാതെ കൃത്യമായി അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതിലൊരു സൂറത്താണ് സൂറത്തുൽ ബുറൂജ്. ആ സൂറത്തുൽ ബുറൂജിൻ്റെ 4-ാമത്തെ ഒരായത്ത് നോക്കൂ നിങ്ങൾ. അള്ളാഹു ആ സൂറത്തിൻ്റെ ആദ്യത്തിൽ തന്നെ അവൻ്റെ അത്ഭുതകരമായ വാനലോകവുമായി ബന്ധപ്പെട്ടുള്ള
അവൻ്റെ ഗോളവുമായി ബന്ധപ്പെട്ടുള്ള സത്യമാണ്. വസ്സമാഇ ദാതിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കിടങ്ങിൻ്റെ ആളുകൾ അവർ ശപിക്കപ്പെട്ടു. അതാണ് എൻ്റെ ചെറിയൊരു അർത്ഥം. അതാണ് കിടങ്ങിൻ്റെ ആളുകൾ ആരാണ്? ആരാണ് ഈ കിടങ്ങിൻ്റെ ആളുകൾ? ഖുർആൻ ആ ആയത്തിൽ പറഞ്ഞ കിടങ്ങിൻ്റെ ആളുകൾ ആരാണ്? അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ ആധാരമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ്, അഥവാ ബനു ഇസ്രായേലിൽ ഉണ്ടായൊരു സംഭവമാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള പരാമർശം, അഥവാ ഒരു സംഭവം. ഒരു രാജ്യസദസ്സിൽ രാജാവിനെ മരണവിദ്യ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വയസ്സായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയസ്സായി, അതുകൊണ്ട് ഈ ഒരു വിദ്യ, ഈ മാരണം എന്നുള്ള ഈ വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ എൻ്റെ അടുത്തിൽ, ഒരു കുട്ടിയെ എൻ്റെ അടുക്കൽ പറഞ്ഞയച്ചാൽ ഞാൻ അവരെ പഠിപ്പിച്ചോളാം. അങ്ങനെ ഈ ഒരു രാജ്യസദസ്സിൽ ഈ കുട്ടിക്ക് നിലകൊള്ളാമല്ലോ. അപ്പോൾ രാജാവ് അതിന് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു കുട്ടിയെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. ആ കുട്ടി ഇത് പഠിക്കാൻ വരുന്ന വഴിയിൽ ഒരു ദിവസം ഒരു വേദപണ്ഡിതനെ കാണുകയാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുള്ളൊരു സംഭവമാണ്. വേദപണ്ഡിതൻ്റെ അടുക്കൽ ചൊല്ലുകയും കുട്ടി ആ വേദപണ്ഡിതനിൽ നിന്ന് ചില അറിവുകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. കുട്ടി ഇത് രണ്ടും പഠിക്കും, വേദവും പഠിക്കും, മാരണവും പഠിക്കും. സാന്ദർഭികമായി പറയട്ടെ, മാരണം എന്ന് പറയുന്ന സിഹർ നമുക്ക് പഠിക്കാൻ പറ്റുകയില്ല. ഇസ്ലാമിക ശരീഅത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തനുസരിച്ച് പഠിക്കാനും ചെയ്യാനും ഒന്നും പറ്റൂല. അത് വലിയ കുറ്റമാണ്. 7 വൻകുറ്റങ്ങളിൽ പെട്ടതാണ് സിഹർ ചെയ്യുക എന്നുള്ളത്. അത് വലിയൊരു കുറ്റമായിട്ട് ഇസ്ലാം കാണുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് വലിയ തെറ്റായിട്ട് കാണുന്നു. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത, അള്ളാഹ് പൊരുത്തപ്പെടാത്ത, അള്ളാഹ് പൊറുക്കാത്ത തെറ്റായിട്ട് കാണുന്നു അതിനെ. അത് ചെയ്യുന്നവർ വലിയ കുറ്റക്കാരാണ്, നരകത്തിൻ്റെ ആളുകളാണ് എന്ന് ഖുർആൻ എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഒരു ദിവസം കുട്ടിയുടെ മുമ്പിലുണ്ടാകുന്ന ഒരു വിഷയം, കുട്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വഴിയിലൊരു മൃഗം കണ്ടപ്പോൾ ആ മൃഗം കാരണം വഴിയാത്രക്കാർ മുഴുവനും പ്രയാസത്തിലകപ്പെട്ട ഒരു സന്ദർഭത്തിൽ കുട്ടി പ്രാർത്ഥിച്ചു, പഠിച്ചവനെ. ഒരു കല്ലെടുത്തിട്ട് കുട്ടി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ പഠിക്കുന്ന ആ മാരണ പഠിപ്പിച്ചു തരുന്ന ആ വിദ്യയേക്കാൾ നല്ലത് ഈ വേദ പണ്ഡിതൻ്റെ ആ അറിവാണ് നല്ലതെങ്കിൽ ഈ മൃഗത്തെ ഈ കല്ലുകൊണ്ട് എറിയുമ്പോൾ ഈ മൃഗത്തെ നീ നശിപ്പിക്കണേ. അത് കാരണം ഈ നാട്ടുകാർക്ക്, ഈ ജനങ്ങൾക്ക് വഴി എളുപ്പമായി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് കുട്ടി അങ്ങോട്ട് എറിഞ്ഞപ്പോൾ ആ മൃഗം നശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവമാണ്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തുന്ന സംഭവമാണ്. അങ്ങനെ ആ കുട്ടിക്ക് മനസ്സിലായി വേദപണ്ഡിതൻ്റെ അറിവാണ് പ്രാധാന്യം. അങ്ങനെ കുട്ടി പണ്ഡിതനോട് ഈ വിഷയം ചെന്ന് പറഞ്ഞപ്പോൾ വേദപണ്ഡിതൻ പറഞ്ഞു, പൊന്നുമോനെ, നീ ഇവരാരോടും പറയണ്ട, നീ വലിയൊരു ഉന്നതിയിലാണുള്ളത്, എന്നെക്കാൾ വലിയ ഉന്നതത്തിലാണ് നീ ഉള്ളത്, ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരും. അങ്ങനെ ഈ കുട്ടിക്ക് അത്ഭുതങ്ങളൊക്കെ കുട്ടി കാണിക്കാൻ തുടങ്ങി. കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കുട്ടി ഒന്ന് ദുആ ചെയ്ത് തടവി കൊടുത്താൽ കാഴ്ച കിട്ടുക, വെള്ളപ്പാണ്ട് പോലത്തെ രോഗങ്ങൾ മാറുക. രാജസദസ്സിലെ ഒരു കണ്ണ് കാണാത്ത മന്ത്രി തന്നെ ഈ കുട്ടിയുടെ ഈ അത്ഭുത കഴിവ് മനസ്സിലാക്കിയിട്ട് കുട്ടിയോട് പറഞ്ഞു, പൊന്നുമോനെ, നിനക്ക് അതിനൊക്കെ കഴിയുമല്ലോ,
അതുകൊണ്ട് എൻ്റെ രോഗം ഒന്ന് സുഖപ്പെടുത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുമ്മൻ പറഞ്ഞു, ഞാൻ ആരുടെയും രോഗം സുഖപ്പെടുത്തുന്നില്ല, അള്ളാഹുവാണ് സുഖപ്പെടുത്തുന്നത്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അതിനു വേണ്ടിയുള്ള ദുആകളൊക്കെ ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ അള്ളാഹു സുഖപ്പെടുത്തും. അങ്ങനെ ആ മന്ത്രിയും വിശ്വസിച്ച് കുട്ടിയെ കൊള്ളി വിശ്വസിച്ചു എന്നാണ് ചരിത്രം. കുട്ടി ഈ മന്ത്രി രാജസദസ്സിൽ വന്നപ്പോൾ, കാഴ്ചയോടെ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്ക് നല്ല കാഴ്ച കിട്ടിയല്ലോ, ഏത് ചികിത്സ കൊണ്ടാണ് കിട്ടിയത്? അപ്പോൾ രാജാവിനോട് മന്ത്രി പറഞ്ഞു, എനിക്ക് എൻ്റെ അള്ളാഹുവാണ് എനിക്ക് കാഴ്ച തിരിച്ചു തന്നത്. രാജാവ് ഒരാൾ ദൈവമായിട്ട്, എല്ലാവരുടെയും ഒരു ദൈവമായിട്ട് ചമയുന്ന, എല്ലാവരും തന്നെ ആരാധിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ഒരു ധിക്കാരിയും അഹങ്കാരിയുമായിരുന്നു രാജാവ്. മന്ത്രി ഇത് വ്യക്തമായി പറഞ്ഞപ്പോൾ മന്ത്രിയെ രാജാവ് പിടികൂടി, ഞാനല്ലാത്തൊരു ഇലാഹ് എന്നെക്കുണ്ടോ എന്ന് പറഞ്ഞ് ശിക്ഷിച്ചു. അങ്ങനെ അവരൊക്കെ വകവരുത്തി. കുട്ടിയെക്കൊണ്ട് ജനങ്ങൾ പല ആളുകളും വിശ്വസിച്ചു. കുട്ടിയെക്കൊണ്ട് ആളുകൾ വിശ്വസിക്കുന്നത് ദിനം പ്രതി കൂടുമ്പോൾ രാജാവിൻ്റെ അസ്വസ്ഥത വർദ്ധിക്കുകയാണ്. രാജാവ് കുട്ടിയെ പല നിലക്കും നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും അതൊന്നും വിജയിക്കുന്നില്ല. കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് രാജാവിൻ്റെ പട്ടാളക്കാർ കുട്ടിയെ താഴോട്ട് എറിയുകയാണ്. പട്ടാളക്കാർ ചോദിക്കുന്നു, നിൻ്റെ ആ പഴയ വിശ്വാസത്തിൽ നിന്ന് നീ മാറുമോ? എങ്കിൽ എനിക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് എറിയുകയാണ്. അപ്പോൾ കുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ക്ഫിനിഹിം ബിമാ ശിഅ്ത, അള്ളാഹുവേ ഇവരെ കൊണ്ട് നീ ഉദ്ദേശിച്ചത് നീ ചെയ്യണേ. അപ്പോൾ കുട്ടിക്കൊരു പ്രശ്നവും പറ്റിയില്ല. ഈ പട്ടാളക്കാർ നശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ പട്ടാളക്കാർ രാജാവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എൻ്റെ പട്ടാളക്കാരൻ എന്ത് ചെയ്തു? അപ്പോൾ കുട്ടി പറഞ്ഞു, അള്ളാഹു അവർക്ക് ശിക്ഷ കൊടുത്തു. അടുത്ത ഘട്ടം ഒരു കടലിലൂടെയുള്ള യാത്രയാണ്. കുട്ടിയോട് പറഞ്ഞു, ആഴക്കടലിലെത്തിയപ്പോൾ അള്ളാഹുവിൽ നിൻ്റെ ആ വിശ്വാസത്തിൽ നീ മാറുമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. കുട്ടി പറഞ്ഞു, ഞാൻ മാറുകയില്ല. കുട്ടി പ്രാർത്ഥിച്ചു, അള്ളാഹുമ്മ ക്ഫിനിഹിം ബിമാ ശിഅ്ത, അള്ളാഹു ഇവരെ കൊണ്ട് നീ മതിയാക്കി കൊടുക്കണേ എന്ന്, നീ ഉദ്ദേശിച്ചത് കൊണ്ട് ഇവരെ നീ മതിയാക്കി കൊടുക്കണേ. അങ്ങനെ കുട്ടിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. കടലിൽ അവർ മുങ്ങി, കുട്ടി രക്ഷപ്പെട്ടു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും കുട്ടി വലിയ അത്ഭുതമുള്ള ഒരു ബാലനായി മാറി. അങ്ങനെ കുട്ടി അവസാനം പറഞ്ഞു കൊടുത്തു, എന്നെ രാജാവ് നിങ്ങൾക്ക് നശിപ്പിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിന് കഴിയൂ. അങ്ങനെ കുട്ടി പറഞ്ഞു കൊടുത്തു, എൻ്റെ അമ്പും വില്ലിൽ നിന്ന് നിങ്ങളെടുത്തിട്ട് എന്നെ ഒരു മരത്തിൽ എന്നെ നിങ്ങൾ ബന്ധിച്ച് എൻ്റെ നെഞ്ചിലേക്ക് ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിങ്ങൾ അമ്പെയ്താൽ ഞാൻ നശിച്ചുകൊള്ളും. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങി ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഈ ഒരു രംഗം എല്ലാവരും കണ്ടു. കുട്ടിയുടെ നെഞ്ചിലേക്ക് ഈ അമ്പ് തറക്കുമ്പോൾ ജനങ്ങളെല്ലാവരും വിശ്വസിക്കുകയാണ്. അവരൊക്കെ എല്ലാവരും പറഞ്ഞു, ആമന്നാ ബി റബ്ബിൽ ഊലാം, ഈ കുട്ടിയുടെ രക്ഷിതാവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. കുട്ടി മരണപ്പെട്ടു. അങ്ങനെ ജനങ്ങൾ ധാരാളം വർദ്ധിച്ചു. പക്ഷേ രാജാവ്, ആ നാട്ടിൽ വലിയൊരു വിശ്വാസി സമൂഹം രൂപപ്പെട്ടു വന്നു. രാജാവ് വലിയ ഒരു പ്രയാസത്തിലായി. രാജാവ് രാജാവ് ഓരോരുത്തർക്കും പിന്നെ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? വലിയ തീക്കുണ്ടാരമുണ്ടാക്കുക,
എന്നിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് അതിൻ്റെ വരി വരിയായിട്ടിങ്ങനെ അവരെ കൊണ്ടുവരാം. തീക്കുണ്ടാരത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ രാജാവ് പറയും, ഈ വിശ്വാസത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഇതിലേക്ക് ചാടേണ്ടി വരും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു തീക്കുണ്ടാരത്തിൻ്റെ അടുക്കലേക്ക് ജനങ്ങളിങ്ങനെ വന്ന് അവരിങ്ങനെ പലരും ചാടുന്നു. അങ്ങനെ ഒരു പിഞ്ചു പൈതലിനെയും കൊണ്ട് ഒരു ഉമ്മ വന്നു, ചെറിയ കുഞ്ചു പൈതൽ. ആ ഉമ്മാക്ക് തീയിലേക്ക് ചാടാൻ ഒരു പ്രയാസം, കാരണം കൈക്കുഞ്ഞാണ്. ആ കൈക്കുഞ്ഞിൻ്റെ മുലപ്പാലാര് കൊടുക്കും എന്നുള്ള ഒരു വിഷയത്തിൽ ആ ഉമ്മാക്ക് വലിയൊരു പ്രയാസമുണ്ടായപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ഉമ്മായുടെ തോളിലിരുന്ന ആ പിഞ്ചു പൈതലുണ്ടല്ലോ, ആ പിഞ്ചു പൈതൽ പറഞ്ഞു, യാ ഉമ്മാ ഇസ്ബിരി ഫ ഇന്നക്കി അലിൽ ഹക്കി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ക്ഷമിച്ചോളൂ, നിങ്ങൾ അതിലേക്ക് ചാടിക്കോളൂ, കുഴപ്പമില്ല, നിങ്ങൾ സത്യത്തിൻ്റെ മേലാണ്, നിങ്ങൾ ഹക്കിൻ്റെ മേലില്ല എന്ന് പറഞ്ഞ് ഉമ്മാക്ക് ധൈര്യം കൊടുത്തൊരു കുഞ്ഞുമോൻ. ആ ഒരു ആദർശമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആദർശമാണ് നമ്മളെല്ലാവരെയും ഉന്നതരാക്കുന്നത്. ആ ആദർശമാണ് വേണ്ടത്. അത് ഉറക്കെ പറയാൻ, ആ ഒരു സത്യസന്ദേശം, ആ പിഞ്ചു കുഞ്ഞിൻ്റെ ആ ഒരു ബോധം, ആ പിഞ്ചു കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ആ ഉമ്മാൻ്റെ ഒരു മനസ്സ്, സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായ ഉമ്മ. അവർക്ക് പറയാമായിരുന്നു, ഞാനിതിൽ മാറുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവർ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചില്ല. അവർ ഈ ഒരു സത്യസന്ദേശത്തിൽ നിലകൊണ്ടു. അതുകൊണ്ട് സത്യത്തിൻ്റെ മേൽ നിലകൊള്ളുമ്പോഴൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവുക. സന്തോഷങ്ങൾക്ക് പകരം, സുഖങ്ങൾക്ക് പകരം ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തി മനസ്സിലാക്കാൻ ഈ ചരിത്രം ഏറെ ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ചരിത്രം പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഒരു ചരിത്രം അന്ത്യനാൾ വരെയുള്ള ഓരോ മുസ്ലിമും ഓർക്കുക തന്നെ ചെയ്യും. കാരണം ഈ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബുറൂജിൻ്റെ 4-ാമത്തെ ആയത്ത് ഈ ഒരു വിഷയത്തെയാണ്, ഈ ഒരു ചരിത്രത്തെയാണ് ഓർക്കുന്നത് എന്ന് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സന്ദേശം, ആ ഒരു സത്യസന്ദേശം അന്ത്യനാൾ വരെയുള്ള ഓരോ മുസ്ലിമും മനസ്സിലാക്കുകയും അവരൊക്കെ അവരുടെ വിശ്വാസത്തെ സംശുദ്ധമാക്കാൻ നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു തുറന്ന മനസ്സ് ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് ഈ ഒരു ചരിത്രം ഉപകാരപ്പെടട്ടെ. അള്ളാഹു നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ ആളുകൾപ്പെടുത്തട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഇതുപോലെയുള്ള സംഭവങ്ങൾ, അറിവുകൾ എല്ലാവർക്കും എത്തട്ടെ, എല്ലാവർക്കും ഉപകരിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.